ഒരു മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ജൂൺ മാസം 28 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ തുക വിതരണം ഏകദേശം പൂർത്തിയായി. വീടുകളിലേക്കുള്ള പെൻഷൻ തുക വിതരണമാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാക്കുവാനാണ് തീരുമാനം. ഇനിയും 5 മാസത്തിലെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായി വിതരണം ചെയ്യുവാനുള്ളത്. ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും. എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന് ലഭിച്ചിരിക്കുന്ന ഫണ്ട് അനുസരിച്ച് ഓരോ മാസത്തെയോ 2 മാസത്തെയോ പെൻഷൻ തുക ഗഡുക്കളായി ഓരോ മാസവും സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ സാഹചര്യത്തിൽ തന്നെ മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് സർക്കാരിന്റെ മുൻകരുതലുകളിൽ തിരുത്തൽ വേണമെന്നും ക്ഷേമ പെൻഷൻ പോലെയുള്ളവയുടെ വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തോമസ് ഐസക്കിന്റെ കാലത്താണ് ഒന്നിലധികം തവണ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് ഇപ്പോഴത്തെ 1600 രൂപയിൽ എത്തി നിൽക്കുന്നത്. എന്നാൽ 1600 രൂപയിൽ നിന്നും 2500 രൂപയായി 5 വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു വന്ന ഈ സർക്കാർ ഇതുവരെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നു മാത്രമല്ല, പെൻഷൻ സെസ് പോലെയുള്ളവ ഏർപ്പെടുത്തിയിട്ടും ഒട്ടേറെ മാസങ്ങളിലെ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്ന അവസരവും ഉണ്ടായിരിക്കുകയാണ്. ഇലക്ഷനിൽ 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധം പ്രതിഫലമായതുകൊണ്ട് കടുത്ത തോൽവി നേരിടേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ മാസവും ഒരു ഗഡു പെൻഷൻ തുക വിതരണവും കുടിശ്ശിക തുല്യ ഗഡുക്കളായി കൊടുത്തു തീർക്കുകയും ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്: പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിലാണ് കൈവശമുള്ളത് എന്ന് ഉറപ്പിക്കുവാൻ നിർദ്ദേശിച്ച കണക്ഷൻ മസ്റ്ററിങ്ങിൻ്റെ ഗ്യാസ് ഏജൻസികളിൽ വമ്പൻ തിരക്ക്. അവസാന തീയതി അധികൃതർ അറിയിച്ചിട്ടില്ല എന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും വലിയ തോതിലുള്ള തിരക്കാണ് ഉപഭോക്താക്കൾ ഏജൻസിയിലേക്ക് എത്തുന്നത്. മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ അടുത്ത മാസത്തെ ഗ്യാസ് ലഭിക്കില്ല എന്നുള്ള പ്രചരിപ്പിച്ചതോടെയാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.